ഡിയർ സ്റ്റുഡൻസ്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫ്ലൂയിഡ്സ് എക്സേർട്ട് ചെയ്യുന്ന പ്രഷറിനുള്ള ഇക്വേഷൻ ഡെറൈവ് ചെയ്യുകയുണ്ടായി. അതുപോലെ പാസ്കൽസ് ലോയും അതിൻ്റെ ആപ്ലിക്കേഷനായ ഹൈഡ്രോളിക് ലിഫ്റ്റും ഒക്കെയാണ് പഠിച്ചത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എർത്തിൻ്റെ സർഫസിൽ അറ്റ്മോസ്ഫിയർ എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ അതെങ്ങനെ മെഷർ ചെയ്യാം, അതുപോലെ അറ്റ്മോസ്ഫിയറിക് പ്രഷറിൻ്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കാം, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുക. നിങ്ങൾക്കറിയാം, എർത്തിൻ്റെ സർഫസിൽ മുകളിലേക്ക് അറ്റ്മോസ്ഫിയർ ഏകദേശം 350 കിലോമീറ്ററോളം എക്സ്റ്റെൻഡ് ചെയ്ത് കിടപ്പുണ്ട്. അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് ലാർജ് കോളം ഓഫ് എയർ ആണ് അല്ലേ. എർത്തിൻ്റെ സർഫസിന് മുകളിലേക്ക് എർത്തിന് ചുറ്റും എയറിൻ്റെ ഈ ഒരു വലിയ എയർ കോളം ഉണ്ട്. അപ്പോൾ ഈ എയർ കോളം എർത്തിൻ്റെ സർഫസിൽ അതിൻ്റെ മുഴുവൻ വെയിറ്റും എക്സേർട്ട് ചെയ്യുന്നുണ്ട്. അതുമൂലം എർത്തിൻ്റെ സർഫസിൽ ഒരു പ്രഷർ ആക്ട് ചെയ്യുന്നുണ്ട്. ഈ പ്രഷറിനെയാണ് നമ്മൾ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത്. ഏകദേശം 350 കിലോമീറ്ററോളം ഉയരത്തിൽ അറ്റ്മോസ്ഫിയർ ഉണ്ടെങ്കിൽ പോലും 8 കിലോമീറ്റർ വരെയാണ് ഈ അറ്റ്മോസ്ഫിയറിൻ്റെ ഡെൻസിറ്റി ഏറ്റവും കൂടുതലുള്ളത്. അതിന് മുകളിലേക്ക് പോകുന്തോറും ഡെൻസിറ്റി കുറഞ്ഞു വരുന്നു. അതുപോലെ പിന്നീട് വാക്വം ഒക്കെയാണ്. അപ്പോൾ ഈ ഒരു അറ്റ്മോസ്ഫിയറിക് കോളം എർത്തിൻ്റെ സർഫസിൽ എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ അത് മെഷർ ചെയ്യാനുള്ള ശ്രമങ്ങൾ പണ്ട് കാലം തൊട്ട് സയൻറ്റിസ്റ്റുകൾ ചെയ്തിട്ടുണ്ട്, മെഷർ ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ഗലീലിയോ, പാസ്കൽ പോലുള്ള സയൻറ്റിസ്റ്റുകളൊക്കെ ഈ ഒരു ശ്രമം നടത്തിയിട്ടുണ്ട്. പക്ഷെ അവരൊന്നും അത്ര കൃത്യമായിട്ട് അല്ലെങ്കിൽ സക്സസ്ഫുൾ ആയിട്ട് ഈ അറ്റ്മോസ്ഫിയറിക് പ്രഷർ മെഷർ ചെയ്യാനായിട്ട് ഉള്ള ശ്രമങ്ങളിൽ വിജയിച്ചില്ല. ആദ്യമായിട്ട് ഈ അറ്റ്മോസ്ഫിയറിക് പ്രഷർ കൃത്യമായിട്ട് മെഷർ ചെയ്തത് ടോറിസെല്ലി എന്ന സയൻറ്റിസ്റ്റാണ്. അദ്ദേഹം അതിനുവേണ്ടി യൂസ് ചെയ്തത് ഒരു ബാരോമീറ്ററാണ്. അദ്ദേഹത്തിൻ്റെ ബാരോമീറ്ററിൻ്റെ ഒരു സിമ്പിൾ പിക്ചറാണ് നിങ്ങൾക്കിവിടെ തന്നിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ബാരോമീറ്റർ എന്ന് പറയുന്നത് 1 മീറ്റർ ഹൈറ്റുള്ള ഒരു ഓപ്പൺ എൻഡ്, അപ്പർ എൻഡ് ഓപ്പൺ ആയ, ലോവർ എൻഡ് മാത്രം ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു യു ഷേപ്പിലുള്ള ട്യൂബാണ്. ഹാർഡ് ഗ്ലാസ് കൊണ്ടുള്ള 1 മീറ്റർ ലെങ്തിലുള്ള ഒരു ട്യൂബാണ് ടോറിസെല്ലിസ് ബാരോമീറ്റർ. ഈ ബാരോമീറ്ററിന്റെ ഒരെൻഡ് ക്ലോസ്ഡും ഒരെൻഡ് ഓപ്പണുമാണ് എന്ന് പറഞ്ഞു. അതുപോലെ അദ്ദേഹം ഇതിനകത്ത് യൂസ് ചെയ്ത ലിക്വിഡ് മെർക്കുറിയാണ്. അപ്പൊ ഈ ബാരോമീറ്റർ 1 മീറ്റർ ലെങ്തുള്ള അപ്പർ എൻഡ് ഓപ്പൺ ആയ ട്യൂബില് 1 മീറ്റർ ഫുള്ള് മെർക്കുറി എന്ന ലിക്വിഡ് അദ്ദേഹം നിറച്ചു. അതിനുശേഷം അതിൻ്റെ ഓപ്പൺ എൻഡ് തമ്പ് ഉപയോഗിച്ച് ക്ലോസ് ചെയ്തു. അതിനുശേഷം അതിനെ ഇൻവേർട്ട് ചെയ്ത് മെർക്കുറി നിറച്ച മറ്റൊരു വെസലിൽ കമിഴ്ത്തി വെച്ചു. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് അങ്ങനെ കമിഴ്ത്തി വെച്ച ഒരു ഫിഗറാണ് കാണുന്നത്. അപ്പോൾ 1 മീറ്റർ ഫുള്ള് മെർക്കുറി നിറച്ചതിന് ശേഷം ഈ മെർക്കുറി ട്യൂബ് നമ്മൾ മറ്റൊരു മെർക്കുറി നിറച്ച ഈ വെസലിൽ കമിഴ്ത്തി വെക്കുമ്പോൾ കാണുന്ന ഒരു കാര്യം, ഈ മെർക്കുറിയുടെ കുറച്ചു ഭാഗം ഈ താഴത്തെ വെസലിലേക്ക് ഒഴുകി പോകുന്നു. ബാക്കി ഒരു 76 സെന്റിമീറ്റർ ഉയരത്തിൽ മെർക്കുറിയുടെ ലെവല് കോൺസ്റ്റന്റ് ആയിട്ട് ട്യൂബിനകത്ത് ഇങ്ങനെ നിൽക്കുന്നു. ഇതാണ് അദ്ദേഹത്തിന് കിട്ടിയ ഒബ്സർവേഷൻ. അപ്പോൾ ആദ്യം നമ്മൾ 1 മീറ്റർ ഫുള്ള് മെർക്കുറി നിറച്ചതാണ്, എയറൊന്നും കയറാനുള്ള സാധ്യതയില്ലാതെയാണ് ഇതിനെ കമിഴ്ത്തി വെച്ചത്. അപ്പോൾ ഈ ഭാഗത്തുള്ള മെർക്കുറി താഴേക്ക് ഒഴുകിപ്പോയി. ബാക്കി ഈ ക്ലോസ്ഡ് ഭാഗത്ത് ഉണ്ടാകുന്നത് എന്തായിരിക്കും? വാക്കുവാണ്. അവിടെ എയറൊന്നും ഇല്ല, ലിക്വിഡും ഇല്ല. അവിടെ ഒരു പെർഫെക്റ്റ് വാക്കുവാണ് നമുക്ക് കിട്ടുക. ഇതിനെയാണ് നമ്മൾ ടോറിസെല്ലിയൻ വാക്വം എന്ന് പറയുന്നത്. ഈ ഭാഗം പെർഫെക്റ്റ് വാക്കുവാണെങ്കിൽ മാത്രമാണ് ബാരോമീറ്റർ ഒരു പെർഫെക്റ്റ് ബാരോമീറ്റർ ആയിട്ട് ഫങ്ഷൻ ചെയ്യുന്നതും. അപ്പോൾ ഇവിടെ ഇതാണ് അദ്ദേഹത്തിന് കിട്ടിയ ഒബ്സർവേഷൻ എന്ന് ഞാൻ പറഞ്ഞു. 76 സെന്റിമീറ്റർ ഉയരത്തിൽ മാത്രമേ മെർക്കുറി ഇവിടെ നിൽക്കുന്നതായിട്ട് കാണുന്നുള്ളൂ. ഈ ഒബ്സർവേഷനിൽ നിന്നാണ് അദ്ദേഹം അറ്റ്മോസ്ഫിയറിക് പ്രഷർ കാൽക്കുലേറ്റ് ചെയ്തത്. അപ്പം അതിനു വേണ്ടിയിട്ട് അദ്ദേഹം പാസ്കൽസ് ലോയെ യൂസ് ചെയ്യുകയുണ്ടായി. നമുക്കറിയാം, പാസ്കൽസ് ലോ അനുസരിച്ച് ഒരേ ലെവലിലുള്ള ലിക്വിഡിന്റെ സർഫസിലെ പോയിന്റുകളിൽ പ്രഷറിന്റെ വാല്യൂ സെയിം ആയിരിക്കും. അപ്പോൾ ആ ഒരു കൺസെപ്റ്റാണ് ഇവിടെ പ്രഷർ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇവിടെ 2 പോയിന്റ്സ്, പോയിന്റ് എയും ബിയും കാണിച്ചിട്ടുണ്ട്. ബി എന്ന പോയിന്റ് നമ്മുടെ ട്യൂബിനുള്ളിലാണ്.
ട്യൂബിൻ്റെ ഉള്ളിൽ ഈ വെസലിലെ മെർക്കുറിയുടെ ഏറ്റവും ടോപ്പ് സർഫസിൽ അല്ലെങ്കിൽ ട്യൂബിനകത്തുള്ള മെർക്കുറി ലെവലിൻ്റെ ഏറ്റവും താഴെയുള്ള പോയിന്റ്, അതാണ് ബി എന്ന് എടുത്തിരിക്കുക. അതേ ലെവലിൽ ഈ വെസലിനകത്ത് മെർക്കുറി കോളത്തിൻ്റെ ഏറ്റവും മുകളിലത്തെ സർഫസിൽ ഉള്ള പോയിന്റാണ് എ. എ എന്ന പോയിന്റ് നമ്മുടെ ട്യൂബിന് പുറത്തും ബി എന്ന പോയിന്റ് ട്യൂബിനകത്തുമാണ്. രണ്ടും ഒരേ ലെവലിലുള്ള പോയിന്റുകളാണ്. അത് ട്യൂബിൻ്റെ ഏറ്റവും താഴെയുള്ള പോയിന്റ് അല്ലെങ്കിൽ താഴത്തെ വെസലിലെ ലിക്വിഡിൻ്റെ ഏറ്റവും മുകളിലുള്ള പോയിന്റ്, അതാണ് എയും ബിയും. രണ്ടും ഒരേ ലെവലിലുള്ള പോയിന്റുകളാണ്. ബി ഉള്ളിലും എ പുറത്താണെന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് നോക്കാം. എ എന്ന് പറയുന്ന പോയിന്റ് ഈ ട്യൂബിന് പുറത്താണ്. മെർക്കുറി വെസലിലുള്ള മെർക്കുറിയുടെ ഏറ്റവും മുകളിലത്തെ സർഫസിലുമാണ്. അപ്പോൾ എ എന്ന പോയിന്റിന് മുകളിലേക്ക് എന്ത് മാത്രമേ ഉള്ളൂ? അറ്റ്മോസ്ഫിയർ മാത്രമേ ഉള്ളൂ. അപ്പോൾ എയിലെ പോയിന്റ് എന്ന് പറയുന്നത് എന്തിനു തുല്യമാണ്? അറ്റ്മോസ്ഫിയർ പ്രഷറിന്റെ വാല്യൂവിന് തുല്യമാണ്. ഇനി ബി നോക്കുക. ബി ട്യൂബിനുള്ളിലാണ്. വെസലിലെ ലിക്വിഡ് ലെവലിന്റെ ഏറ്റവും ടോപ്പാണ്, അല്ലെങ്കിൽ ഈ ട്യൂബിനകത്ത് ലെവലിൽ ഏറ്റവും താഴെയുള്ള പോയിന്റാണ്, ലിക്വിഡിന്റെ ഏറ്റവും താഴെയുള്ള പോയിന്റാണ് ബി. ബിക്ക് മേളിലേക്കാണ് 76 സെന്റിമീറ്റർ ഉയരത്തിൽ മെർക്കുറി ഫില്ല് ചെയ്ത് നിൽക്കുന്നത്. ഇപ്പോൾ ബിക്ക് മേളിലേക്ക് ഈ 76 സെന്റിമീറ്റർ ഉയരത്തിലുള്ള മെർക്കുറി മാത്രമേ ഉള്ളൂ. അതിന് മുകളിലേക്ക് വാക്കുവാണ്, ഇവിടെ ക്ലോസ്ഡും ആണ്. അപ്പോൾ ബിയിലെ പ്രഷർ എന്ന് പറയുന്നത് ഈ 76 സെന്റിമീറ്റർ ഉയരത്തിലുള്ള മെർക്കുറി കോളം എക്സേർട്ട് ചെയ്യുന്ന പ്രഷറിന് തുല്യമാണ്. ആ 76 സെന്റിമീറ്റർ എന്നുള്ളതാണ് ഇവിടെ ക്യാപിറ്റൽ എച്ച് സെന്റിമീറ്ററിന് എഴുതിയിരിക്കുക. അപ്പോൾ ക്യാപിറ്റൽ എച്ച് സെന്റിമീറ്റർ ഉയരത്തിലുള്ള മെർക്കുറി കോളം അതിൻ്റെ താഴെയുള്ള ബി എന്ന പോയിന്റിൽ എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ കാണാനായിട്ട് നമുക്ക് കഴിഞ്ഞ ദിവസം നമ്മൾ ഡിറൈവ് ചെയ്ത ഇക്വേഷൻ യൂസ് ചെയ്യാം. എച്ച് മീറ്റർ ഉയരത്തിലുള്ള ലിക്വിഡ് കോളം അതിന് താഴെ ഉള്ള പോയിന്റിൽ എക്സേർട്ട് ചെയ്യുന്ന പ്രഷറിന്റെ ഇക്വേഷനാണ് എച്ച് റോ ജി. സോ ദ പ്രഷർ അറ്റ് ബി ഈസ് ഈക്വൽ ടു എച്ച് റോ ജി എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി നമ്മൾ പറഞ്ഞു എയും ബിയും ഒരേ ലെവലിലാണ്. ഈ വെസലിലെ ലിക്വിഡിന്റെ ടോപ്പ് സർഫസിലുള്ള പോയിന്റ്സ് ആണ് എയും ബിയും. അതുകൊണ്ട് പാസ്കൽസ് ലോ അനുസരിച്ച് എയിലെയും ബിയിലെയും പ്രഷർ ഈക്വൽ ആയിരിക്കും. സോ വി ക്യാൻ റൈറ്റ് പി എ ഈക്വൽ ടു പി ബി. പി എ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. സോ വി ക്യാൻ റൈറ്റ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഈസ് ഈക്വൽ ടു പ്രഷർ അറ്റ് ബി, ആൻഡ് പ്രഷർ അറ്റ് ബി ഈസ് എച്ച് റോ ജി. So atmospheric pressure is equal to capital H rho g, where capital H is the height of the liquid inside the tube above this point, and it is found to be 76 centimeter of mercury. റോ എന്ന് പറയുന്നത് ഇവിടുത്തെ മെർക്കുറിയുടെ ആ ലിക്വിഡിന്റെ ഡെൻസിറ്റിയാണ്. അപ്പോൾ ഈ വാല്യൂസ് മെഷർ ചെയ്ത്, അതായത് എച്ചിന്റെ വാല്യൂ 76 സെന്റിമീറ്റർ ആണെന്ന് നമുക്ക് മെഷർ ചെയ്തെടുക്കാം. ഇൻറ്റു 13.6 ഇൻറ്റു 10⁻³ അത് മെർക്കുറിയുടെ ഡെൻസിറ്റിയുടെ വാല്യൂ ആണ്. ഇൻറ്റു ജി 9.8 അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് അറ്റ്മോസ്ഫിയറിക് പ്രഷറിന്റെ വാല്യൂ. 76 സെന്റിമീറ്റർ ആണ്. അതിനെ നമുക്ക് മീറ്റർ ആക്കി മാറ്റണം. അതിന് 10⁻² കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതുകൂടി ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ വാല്യൂ കറക്റ്റായിട്ട് കിട്ടുന്നത്. ഇതാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന അറ്റ്മോസ്ഫിയറിക് പ്രഷറിന്റെ വാല്യൂ. 1.013 ഇൻറ്റു 10⁵ പാസ്കൽ എന്നാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുക. ഇതിനെയാണ് നമ്മൾ അറ്റ്മോസ്ഫിയറിക് പ്രഷറായിട്ട് ഇപ്പോഴും യൂസ് ചെയ്യുന്ന വാല്യൂ. ഇപ്പോൾ മോഡേൺ ആയിട്ടുള്ള പല ബാരോമീറ്ററുകളും കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പോഴും നമ്മൾ മെഷർ ചെയ്യുമ്പോൾ സി ലെവലിലുള്ള അറ്റ്മോസ്ഫിയറിക് പ്രഷറിന്റെ വാല്യൂ എന്ന് പറയുന്നത് 76 സെന്റിമീറ്റർ ഓഫ് മെർക്കുറി കോളം എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ തന്നെയായിട്ടാണ് ഇപ്പോഴും കിട്ടുക. ആൻഡ് ദാറ്റ് ഈസ് 1.013 ഇൻറ്റു 10⁵ പാസ്കൽ. ടോറിസെല്ലി ബാരോമീറ്റർ ഉപയോഗിച്ച് മെഷർ ചെയ്ത അന്ന് കിട്ടിയ വാല്യൂവും ഇത് തന്നെയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വളരെ സിമ്പിളായിട്ടുള്ള ഈ ഒരു ടെക്നിക്ക് ഉപയോഗിച്ച് അറ്റ്മോസ്ഫിയറിക് പ്രഷറിൻ്റെ വാല്യൂ അന്ന് തന്നെ കൃത്യമായിട്ട് മെഷർ ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതാണ്. ഗലീലിയോ പോലുള്ള സയൻറ്റിസ്റ്റുകൾ ഇതിനുള്ള ശ്രമങ്ങൾ നേരത്തെ നടത്തിയെന്ന് പറഞ്ഞു. പക്ഷെ ഗലീലിയോ യൂസ് ചെയ്ത ലിക്വിഡ് വാട്ടർ ആയിരുന്നു. നിങ്ങൾക്കറിയാം വാട്ടറിൻ്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് 10⁻³ ആണ്, കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ്.
മെർക്കുറിയുടേത് 13.6 × 10⁻³ ആണ്. അപ്പോൾ ഈ ട്യൂബിൽ നമ്മൾ മെർക്കുറിക്ക് പകരം വാട്ടർ ആയിരുന്നു എടുത്തതെങ്കിൽ നമ്മൾ എത്ര ഉയരത്തിൽ വാട്ടർ എടുക്കേണ്ടി വരുമായിരുന്നു അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെ ആ വാട്ടർ കോളം ബാലൻസ് ചെയ്യണമെങ്കിൽ? ഏകദേശം 13.6 × 76 സെൻറ്റിമീറ്റർ ഉയരത്തിൽ, അത്രയും ഹൈറ്റിലുള്ള ട്യൂബ് എടുക്കേണ്ടി വരുമായിരുന്നു. അതുകൊണ്ടാണ് ഗലീലിയോയുടെ അറ്റംപ്റ്റുകൾ വിജയിക്കാതെ പോയത്. ഗലീലിയോ വളരെ നീളമുള്ള ട്യൂബുകൾ എടുത്ത് അതിനകത്ത് വാട്ടർ നിറച്ച് ഇതുപോലെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ മെഷർ ചെയ്യാനായിട്ട് ശ്രമിച്ചു. പക്ഷെ അങ്ങനെ അത്രയും ഹൈറ്റിലുള്ള ട്യൂബിനെ നമുക്കിങ്ങനെ വെർട്ടിക്കലായിട്ട് കീപ്പ് ചെയ്യുക എന്നുള്ളതൊന്നും അത്ര എളുപ്പമല്ല. അതുകൊണ്ടാണ് അറ്റംപ്റ്റുകൾ വിജയിക്കാതെ പോയത്. ഇപ്പം മെർക്കുറി പോലുള്ള ഹൈ ഡെൻസിറ്റി ഉള്ള ഒരു ലിക്വിഡ് ഉപയോഗിച്ച് മാത്രമേ നമുക്ക് അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെ ബാലൻസ് ചെയ്ത് പ്രഷർ ഈ രീതിയിൽ മെഷർ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇപ്പോൾ ഇവിടെ നമ്മൾ മെർക്കുറി ബാരോമീറ്റർ, ടോറിസെല്ലീസ് ബാരോമീറ്റർ നമ്മൾ കണ്ടു. നേരെ വെർട്ടിക്കലായിട്ട് കീപ്പ് ചെയ്യുമ്പോൾ ആണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ 76 സെൻറ്റിമീറ്റർ ഉയരത്തിലുള്ള മെർക്കുറി കോളം ബാലൻസ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുക. ഇനി നമ്മൾ ഈ ട്യൂബിനെ അല്പം ചെരിച്ചു പിടിച്ചാൽ ട്യൂബിനകത്തേക്ക് മെർക്കുറി കുറച്ചുകൂടി ഉയരത്തിൽ റൈസ് ചെയ്യുന്നതായിട്ട് കാണാം. പക്ഷേ എപ്പോഴും നമ്മൾ ഈ വെർട്ടിക്കൽ ഹൈറ്റ്, നേരെയുള്ള വെർട്ടിക്കൽ ഹൈറ്റ് മെഷർ ചെയ്താൽ ഇപ്പോഴും അത് 76 സെൻറ്റിമീറ്റർ തന്നെ ആയിരിക്കും. അപ്പോൾ മെർക്കുറി കോളം കൂടുതൽ ഉയരത്തിലേക്ക് ട്യൂബിനകത്തേക്ക് കയറുന്നുണ്ടെങ്കിൽ പോലും വെർട്ടിക്കൽ ഹൈറ്റ് എപ്പോഴും 76 സെൻറ്റിമീറ്റർ തന്നെയാണ്. ആ വെർട്ടിക്കൽ ഹൈറ്റാണ് പ്രഷർ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. കുറച്ചുകൂടി ചെരിച്ചു വെച്ചാൽ ട്യൂബിനകത്തേക്ക് ലിക്വിഡ് കുറച്ചുകൂടി കയറും, അത് ട്യൂബിൻ്റെ അറ്റം വരെ എത്താം. അപ്പോൾ 1 മീറ്റർ ഉയരത്തിൽ സ്ലാൻഡ് ഹൈറ്റ് 1 മീറ്റർ വരും, പക്ഷെ വെർട്ടിക്കൽ ഹൈറ്റ് അപ്പോഴും 76 സെൻറ്റിമീറ്റർ തന്നെ ആയിരിക്കും. അതുപോലെ തന്നെ ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു, ബാരോമീറ്ററിനകത്ത് നമ്മൾ 1 മീറ്റർ ഉയരത്തിൽ മെർക്കുറി നിറച്ചിരുന്നു. അത് ഇൻവേർട്ട് ചെയ്ത് വെച്ചപ്പോൾ 24 സെൻറ്റിമീറ്റർ ഈ ഭാഗത്തുള്ള മെർക്കുറി ഒഴുകിപ്പോയതാണ്. അപ്പോൾ ഈ ഭാഗത്ത് എയറോ മറ്റൊന്നും ഇല്ല, മെർക്കുറിയോ ഒന്നുമില്ല, പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു വാക്വമാണ്. ഈ വാക്വത്തെയാണ് നമ്മൾ ടോറിസെല്ലിയൻ വാക്വം എന്ന് പറയുക. അപ്പോൾ ഈ വാക്വം പെർഫെക്റ്റ് വാക്വം ആണെങ്കിലാണ് ഈ ഇൻസ്ട്രുമെൻ്റ് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. പക്ഷെ ചില ബാരോമീറ്ററുകളിലൊക്കെ ഈ വാക്വം പ്രതീക്ഷിക്കുന്നിടത്ത് പെർഫെക്റ്റ് വാക്വത്തിന് പകരം ചെറിയ തോതിൽ മെർക്കുറി വേപ്പറൊക്കെ പ്രസൻ്റ് ആയിരിക്കും. അങ്ങനെ ഉള്ള ബാരോമീറ്ററാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ മെഷർ ചെയ്യുന്ന വാല്യൂ അത്ര അക്യുറേറ്റ് ആയിരിക്കില്ല. അതിനെ നമ്മൾ ഫോൾട്ടി ബാരോമീറ്റർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഇപ്പം ടോറിസെല്ലിയുടെ ബാരോമീറ്റർ എന്താണെന്നും അതുപയോഗിച്ച് അദ്ദേഹം എങ്ങനെയാണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ മെഷർ ചെയ്തതെന്നും കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി പഠിക്കണം. അടുത്തതായിട്ട് നമുക്ക് ഓപ്പൺ ട്യൂബ് മാനോമീറ്റർ എന്നുള്ള ഒരു ബാരോമീറ്ററിൻ്റെ വർക്കിംഗ് കൂടി പഠിക്കാനുണ്ട്. ഓപ്പൺ ട്യൂബ് മാനോമീറ്റർ നമ്മൾ യൂസ് ചെയ്യുന്നത് ചില വെസലുകൾക്കൊക്കെ ഉള്ളിലുള്ള പ്രഷർ മെഷർ ചെയ്യാനാണ്. നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ ഗ്യാസ് നിറയ്ക്കുന്ന LPG ഗ്യാസ് നിറയ്ക്കുന്ന സിലിണ്ടറുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനകത്തൊക്കെയുള്ള ഗ്യാസിൻ്റെ പ്രഷർ മെഷർ ചെയ്യാനൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇതുപോലുള്ള ഓപ്പൺ ട്യൂബ് മാനോമീറ്റർ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഓപ്പൺ ട്യൂബ് മാനോമീറ്റർ അല്ലെങ്കിൽ U-ട്യൂബ് മാനോമീറ്റർ എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഇവിടെ ഇത് U ഷേപ്പിലുള്ള ഒരു ട്യൂബാണ്. ഈ ബ്ലൂ കളറിൽ കാണുന്ന പോർഷനാണ് U-ട്യൂബ് അല്ലെങ്കിൽ ഓപ്പൺ ട്യൂബ് മാനോമീറ്റർ. ഇപ്പോൾ രണ്ടെൻഡും ഓപ്പൺ ആയിട്ടുള്ള U ഷേപ്പിലുള്ള ഒരു ട്യൂബാണ് നമ്മുടെ ഓപ്പൺ ട്യൂബ് മാനോമീറ്റർ. ഇതിലും നമ്മൾ യൂസ് ചെയ്യുന്ന ലിക്വിഡ് മെർക്കുറി തന്നെയാണ്. ഇനി ഏത് വെസലിലെ പ്രഷറാണോ നമുക്ക് മെഷർ ചെയ്യേണ്ടത് ആ വെസലിലേക്ക് നമ്മൾ ഈ U-ട്യൂബിൻ്റെ ഒരെൻഡ് കണക്ട് ചെയ്യുന്നു, മറ്റേ എൻഡ് അറ്റ്മോസ്ഫിയറിലേക്ക് ഓപ്പണും ആയിരിക്കും. അപ്പോൾ ഇനി ഇതിനകത്ത് മെർക്കുറി നിറച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ വെസലിലെ പ്രഷർ എത്രയാണോ അതിനനുസരിച്ച് ഈ ട്യൂബിനകത്തുള്ള മെർക്കുറി ലെവല് അഡ്ജസ്റ്റ് ചെയ്യപ്പെടും. അപ്പോൾ ഈ രീതിയിലാണ് നമ്മുടെ U-ട്യൂബ് മാനോമീറ്ററിലെ ലിക്വിഡ് ലെവൽ നിൽക്കുന്നതെങ്കിൽ ലെഫ്റ്റ് ലിംബിലുള്ള മെർക്കുറി ലെവലിനേക്കാൾ H മീറ്റർ ഉയരത്തിലാണ് ഓപ്പൺ ലിംബിലെ മെർക്കുറി ലെവലെങ്കിൽ ഇവിടെ നമുക്ക് മനസ്സിലാവുക ഈ വെസലിനകത്തെ പ്രഷർ അറ്റ്മോസ്ഫിയറിക് പ്രഷറിനേക്കാൾ കൂടുതലാണ് എന്നുള്ളതാണ്.
അപ്പോൾ ഈ വെസലിനകത്തുള്ള പ്രഷർ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം എന്ന തിയറി അനുസരിച്ച് എങ്ങനെ മനസ്സിലാക്കാം എന്നൊന്ന് നോക്കാം. ഇപ്പോൾ ഓപ്പൺ ട്യൂബ് മാനോമീറ്റർ എന്താണെന്ന് ഞാൻ പറഞ്ഞു. ഇറ്റ് ഈസ് എ ട്യൂബ് which is used to measure the pressure inside a vessel. യു ഷേപ്പിലുള്ള ട്യൂബാണ്. ആൻഡ് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ ലിക്വിഡ്. നമ്മൾ യൂസ് ചെയ്യുന്ന ലിക്വിഡ് സാധാരണഗതിയിൽ മെർക്കുറിയാണ്. ഈ ട്യൂബിൻ്റെ രണ്ട് എൻഡും ഓപ്പൺ ആണ്. അതിൽ ഒരെൻഡ് നമ്മൾ വെസലിലേക്ക് കണക്ട് ചെയ്യുന്നു, മറ്റേ എൻഡ് അറ്റ്മോസ്ഫിയറിലേക്ക് ഓപ്പൺ ആയിട്ട് ഇരിക്കുന്നു. ഇനി നമ്മൾ എക്സ്പെരിമെൻ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പ്രഷർ മെഷർ ചെയ്യുമ്പോൾ ചെയ്യുന്നത് രണ്ട് ട്യൂബിലെയും മെർക്കുറി ലെവൽസ് തമ്മിലുള്ള ഡിഫറൻസ് മെഷർ ചെയ്യുകയാണ്. അപ്പോൾ ലെഫ്റ്റ് എൻഡിലെ മെർക്കുറി ലെവൽ ഇതാണ്, റൈറ്റ് എൻഡിലെ മെർക്കുറി ലെവൽ ഇതാണ്. ഇവ തമ്മിലുള്ള ഡിഫറൻസ് സ്മോൾ എച്ച് നമ്മൾ മെഷർ ചെയ്യുന്നു. അതിൽ നിന്നാണ് ഈ ട്യൂബിനകത്തുള്ള വെസലിനകത്തുള്ള പ്രഷർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന തിയറി എന്ന് പറയുന്നത് പാസ്കൽസ് ലോ ആണ്. പാസ്കൽസ് ലോ അനുസരിച്ച് ഒരേ ലിക്വിഡിൽ ഒരേ ലെവലിലുള്ള പോയിന്റുകളിലെ പ്രഷർ സെയിം ആണ്. അപ്പോൾ ഈ വെസലിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്ന ട്യൂബിൽ ഈ ഒരു പോയിന്റിലെ പ്രഷറും അതേ ലെവലിൽ റൈറ്റ് ലിംബിലുള്ള പോയിന്റിലെ പ്രഷറും സെയിം ആണ് എന്നുള്ളതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന കൺസെപ്റ്റ്. അപ്പോൾ ഈ രണ്ട് പോയിന്റുകളിലെ പ്രഷർ സെയിം ആണ്. അതുപോലെ ലെഫ്റ്റ് എൻഡിലെ ഈ പോയിന്റിലെ പ്രഷർ എന്ന് പറയുന്നത് ഇത് വെസലിനകത്തുള്ള പ്രഷറിന് ഈക്വൽ ആയിരിക്കും. ഇപ്പോൾ വെസലിലെ പ്രഷർ എന്ന് പറയുന്നത്, ഇവിടെ ഞാൻ ഈ പോയിന്റിന് എ എന്ന് പേര് കൊടുത്താൽ എ എന്ന പോയിന്റിലെ പ്രഷറാണ് വെസലിനകത്തെ പ്രഷർ. അതേ ലെവലിലുള്ള ബി എന്ന പോയിന്റിലെ പ്രഷറിന് തുല്യമാണ് എയിലെ പ്രഷർ എന്നും നമുക്കറിയാം. ഇനി പ്രഷർ അറ്റ് ബി എന്ന് പറയുന്നത് എന്തിന് ഈക്വലാണ്? ഇതിന് മേളിലേക്കുള്ള ഈ എച്ച് മീറ്റർ ഉയരത്തിലുള്ള മെർക്കുറിക്കോളം എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ പ്ലസ് ഇത് അറ്റ്മോസ്ഫിയറിലേക്ക് ഓപ്പൺ ആയതുകൊണ്ട് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഇതിന് ഈക്വലാണ്. സോ പ്രഷർ അറ്റ് എ ഈസ് ഈക്വൽ ടു പ്രഷർ അറ്റ് ബി. ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന കൺസെപ്റ്റ്. പ്രഷർ അറ്റ് എ ആണ് വെസലിനകത്തെ പ്രഷർ, അതിന് നമുക്ക് പി എന്ന് എഴുതാം. പ്രഷർ അറ്റ് ബി എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയറിക് പ്രഷറിൻ്റെ കൂടെ എച്ച് മീറ്റർ ഉയരത്തിലുള്ള മെർക്കുറി എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ കൂടി കൂടുന്നതാണ്. അപ്പോൾ അറ്റ്മോസ്ഫിയറിക് പ്രഷറിന് ക്യാപിറ്റൽ എച്ച് എന്ന് എഴുതിയാൽ സ്മോൾ എച്ച് ഉയരത്തിലുള്ള മെർക്കുറി എക്സേർട്ട് ചെയ്യുന്ന പ്രഷറിൻ്റെ ഇക്വേഷൻ എച്ച് റോ ജി. ഈ ക്യാപിറ്റൽ എച്ച് പ്ലസ് എച്ച് റോ ജിക്ക് തുല്യമാണ് ബിയിലെ പ്രഷർ. അതുപോലെ ബിയിലെ പ്രഷർ എയിലെ പ്രഷറിന് ഈക്വൽ ആണ്. അതുകൊണ്ട് വെസലിലെ പ്രഷർ എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്? ക്യാപിറ്റൽ പി ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ എച്ച് പ്ലസ് എച്ച് റോ ജിക്ക് ഈക്വൽ ആണ്. ഇപ്പോൾ വെസലിലെ പ്രഷർ അറ്റ്മോസ്ഫിയറിക് പ്രഷറിനേക്കാൾ കൂടുതലായിട്ട് വരുമ്പോഴാണ് നമ്മൾ ഈ ഇക്വേഷൻ യൂസ് ചെയ്യുക. അതുപോലെ ആ സമയത്ത് മാത്രമാണ് റൈറ്റ് ലിംബിൽ മെർക്കുറി ലെവല് ലെഫ്റ്റ് ലിംബിലേക്കാൾ ഉയർന്നു നിൽക്കുന്നതും. അപ്പോൾ ഈ രീതിയിലാണെങ്കിൽ വെസലിലെ പ്രഷർ കാണാൻ നമുക്ക് ഇക്വേഷൻ യൂസ് ചെയ്യാം. ഇനി നേരെ തിരിച്ച് വെസലിലെ പ്രഷർ അറ്റ്മോസ്ഫിയറിക് പ്രഷറിനേക്കാൾ കുറവാണെങ്കിൽ ലെഫ്റ്റ് ലിംബിൽ ലിക്വിഡ് ലെവൽ ഉയർന്നു നിൽക്കും, റൈറ്റ് ലിംബിൽ മെർക്കുറി ലെവൽ താഴ്ന്നും നിൽക്കും. അപ്പോൾ നമ്മുടെ പ്രഷർ അറ്റ്മോസ്ഫിയറിക് പ്രഷർ വെസലിലെ പ്രഷർ ആ സമയത്ത് അറ്റ്മോസ്ഫിയറിക് പ്രഷറിനേക്കാൾ കുറവായിരിക്കും. ആൻഡ് ദ ഇക്വേഷൻ ഫോർ പ്രഷർ ഇൻസൈഡ് ദ വെസൽ വിൽ ബി ദെൻ ക്യാപിറ്റൽ എച്ച് മൈനസ് എച്ച് റോ ജി. അതായത് വെസലിലെ പ്രഷർ അറ്റ്മോസ്ഫിയറിക് പ്രഷറിനേക്കാൾ എച്ച് റോ ജി കുറവാണ് എന്നാണ് വരുന്നത്. ഇപ്പോൾ ഈ സ്മോൾ എച്ച് എന്ന് പറയുന്നത് രണ്ട് ലിംബിലെയും ലിക്വിഡ് ലെവൽസ് തമ്മിലുള്ള ഡിഫറൻസ് ആണ്. എച്ച് റോ ജി കാൽക്കുലേറ്റ് ചെയ്യുന്നത് അറ്റ്മോസ്ഫിയറിക് പ്രഷറിൽ നിന്ന് മൈനസ് ചെയ്യുമ്പോഴാണ് ഈ കേസിൽ നമുക്ക് ഇതിനോട് കണക്റ്റഡ് ആയ വെസലിലെ പ്രഷർ കിട്ടുന്നത്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് വെസലുകൾക്കുള്ളിലുള്ള പ്രഷർ മെഷർ ചെയ്യാനായിട്ട് യൂട്യൂബ് മാനോമീറ്റർ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ ടോപ്പിക്കിൽ ഒന്ന് രണ്ട് പ്രോബ്ലംസോടെ നോക്കാം. ടോറിസെല്ലിസ് ബാരോമീറ്റർ യൂസ്ഡ് മെർക്കുറി but Pascal duplicated it using French wine of density 984 kg per meter cube. Determine the height of the wine column for normal atmospheric pressure എന്നാണ് ക്വസ്റ്റ്യൻ. ഇപ്പോൾ ബാരോമീറ്ററിൽ ടോറിസെല്ലി യൂസ് ചെയ്തത് മെർക്കുറി എന്ന ലിക്വിഡ് ആണ്. മെർക്കുറിയുടെ ഡെൻസിറ്റി 13.6 ഇൻറ്റു 10⁻³ ആണ്. 13,600 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബാണ്. പക്ഷെ പാസ്കൽ ഇതിനെ ശ്രമിച്ചത് ഫ്രഞ്ച് വൈൻ ഉപയോഗിച്ചാണ്. ഫ്രഞ്ചുകാരുടെ വൈൻ, അതാണ് ഫ്രഞ്ച് വൈൻ ഉപയോഗിച്ചാണ്
ഫ്രഞ്ച് വൈൻ്റെ ഡെൻസിറ്റി പറഞ്ഞിട്ടുണ്ട് 984 ആണ്. അത് വാട്ടറിനേക്കാൾ കുറവാണ്. വാട്ടറിൻ്റെത് 1000 ആണ്. അപ്പോൾ വാട്ടറിനേക്കാൾ ഡെൻസിറ്റി കുറഞ്ഞ ഫ്രഞ്ച് വൈൻ ഉപയോഗിച്ച് പാസ്കൽ ഈ അറ്റ്മോസ്ഫിയറിക് പ്രഷർ മെഷർ ചെയ്യാനായിട്ട് ശ്രമിച്ചു. ഇനി അത് വിജയിക്കുകയായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെ ഇത് ഉപയോഗിച്ച് മെഷർ ചെയ്യണമെങ്കിൽ എത്ര ഉയരത്തിൽ ഉള്ള വൈൻകോളം യൂസ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട ട്യൂബിൻ്റെ വലിപ്പം, ഹൈറ്റ് എത്രയായിരിക്കണം, ഇതാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഇപ്പം ഇവിടെ നമുക്കറിയാം അറ്റ്മോസ്ഫിയറിക് പ്രഷറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് അറിയാവുന്ന വാല്യൂ ആണ്. 1.013 × 10⁵ പാസ്കലാണ്. ഈ പ്രഷർ മെഷർ ചെയ്യാനായിട്ട് നമ്മൾ ഈ ഫ്രഞ്ച് വൈൻ ഉള്ള ട്യൂബാണ് യൂസ് ചെയ്തിരുന്നതെങ്കിൽ H മീറ്റർ ഉയരത്തിലുള്ള ട്യൂബ് എടുക്കണം. അതിൽ മെർക്കുറി വൈൻ ഫില്ല് ചെയ്യണം. അപ്പോൾ ആ ട്യൂബിൻ്റെ ഹൈറ്റ് H എന്ന് നമുക്ക് വിചാരിക്കാം. അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. വൈൻ്റെ ഡെൻസിറ്റി 984 എന്ന് തന്നിട്ടുണ്ട്. ജിയുടെ വാല്യൂ നമുക്കറിയാം. ഇപ്പോൾ പ്രഷർ കാണാൻ, അല്ലെങ്കിൽ H മീറ്റർ ഉയരത്തിലുള്ള വൈൻ കോളം അതിൻ്റെ താഴെയുള്ള പോയിന്റിൽ എക്സർട്ട് ചെയ്യുന്ന പ്രഷറിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് P = HρG ആണ്. ഇപ്പോൾ H മീറ്റർ ഉയരത്തിലുള്ള വൈൻ കോളം അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെ ബാലൻസ് ചെയ്ത് നിർത്തുന്നുവെങ്കിൽ അതിന് വേണ്ട ഹൈറ്റ് H കാണാൻ നമുക്ക് എന്ത് ചെയ്യാം? H കാൽക്കുലേറ്റ് ചെയ്താൽ മതി ഇക്വേഷനിൽ നിന്ന്. H = P/ρg ഉപയോഗിച്ച്, വേർ P ഈസ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അപ്പോൾ Pക്ക് പകരം അറ്റ്മോസ്ഫിയറിക് പ്രഷറിൻ്റെ നോൺ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അതിനെ ρg കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ആവശ്യമായ ട്യൂബിൻ്റെ ഹൈറ്റ് കിട്ടും. റോയുടെ വാല്യൂ 984 എന്ന് തന്നിട്ടുണ്ട്. G 9.8 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്യുക. നമുക്ക് കിട്ടുന്ന ആൻസർ 10.5 മീറ്റർ എന്നാണ്. 10.5 മീറ്റർ എന്ന് പറഞ്ഞാൽ 1050 സെൻറ്റിമീറ്റർ ആണ്. അപ്പം മെർക്കുറി യൂസ് ചെയ്യുമ്പോൾ 76 സെൻറ്റിമീറ്റർ മതിയായിരുന്നെങ്കിൽ ഫ്രഞ്ച് വൈൻ യൂസ് ചെയ്യുമ്പോൾ ഏകദേശം 1050 സെൻറ്റിമീറ്റർ വേണം, അല്ലെങ്കിൽ 10.5 മീറ്റർ വേണം എന്ന് ഉള്ളതാണ്. ഇത് അത്ര എളുപ്പമല്ല പ്രാക്ടിക്കലായിട്ട് ഇത്രയും ഹൈറ്റുള്ള ട്യൂബ് കൺസ്ട്രക്ട് ചെയ്യാനും അതുപോലെ അതിനെ വെർട്ടിക്കലായിട്ട് കീപ്പ് ചെയ്യാനൊന്നും. അതുകൊണ്ടാണ് പാസ്കൽ അദ്ദേഹത്തിൻ്റെ അറ്റംപ്റ്റിൽ വിജയിക്കാതെ പോയത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഡെൻസിറ്റി ഓഫ് അറ്റ്മോസ്ഫിയർ അറ്റ് ദ സീ ലെവൽ ഈസ് 1.29 × 29 kg/m³. എയറിൻ്റെ ഡെൻസിറ്റി സീ ലെവലിലാണ് തന്നിരിക്കുന്നത്. അസ്യൂം ദാറ്റ് ഇറ്റ് ഡസ് നോട്ട് ചേഞ്ച് വിത്ത് ഓൾട്ടിറ്റ്യൂഡ്. ഓൾട്ടിറ്റ്യൂഡ് മാറുന്നതനുസരിച്ച് ഡെൻസിറ്റിയിൽ കാര്യമായ വേരിയേഷൻ ഇല്ല എന്ന് അസ്യൂം ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ദെൻ ഹൗ ഹൈ വുഡ് ദ അറ്റ്മോസ്ഫിയർ എക്സ്റ്റെൻഡഡ്. അപ്പോൾ ഈ ഒരു ഡെൻസിറ്റിയിലുള്ള എയർ കുറേ ഉയരത്തിലേക്ക് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുകയാണെങ്കിൽ അത് എത്ര ഉയരം വരെ എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്നുണ്ട് എന്നാണ് ക്വസ്റ്റ്യൻ. നമുക്ക് അറ്റ്മോസ്ഫിയറിക് പ്രഷറിൻ്റെ വാല്യൂ തന്നിട്ടാണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതെങ്ങനെ ചെയ്യും? അറ്റ്മോസ്ഫിയറിക് പ്രഷറിൻ്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. ആ വാല്യൂ ഉപയോഗിച്ചാണ് നമുക്ക് ഈ പ്രോബ്ലം ചെയ്യേണ്ടത്. ഇപ്പോൾ നമുക്കറിയാം, നിങ്ങളിപ്പോൾ എയർ മാത്രം ഇങ്ങനെ എർത്തിൻ്റെ സർഫസിൽ H മീറ്റർ ഉയരത്തിൽ ഇങ്ങനെ നിൽക്കുന്നതായിട്ട് വിചാരിക്കാം. H മീറ്റർ ഉയരത്തിലുള്ള ഈ എയർ കോളം അതിൻ്റെ ബേസിൽ എർത്തിൻ്റെ സർഫസിൽ എക്സർട്ട് ചെയ്യുന്ന പ്രഷറാണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. എയറിനെ നമുക്കൊരു ലിക്വിഡായിട്ട് അല്ലെങ്കിൽ ഒരു ഫ്ലൂയിഡായിട്ട് കരുതാം. അപ്പോൾ ആ ഫ്ലൂയിഡ് H മീറ്റർ ഉയരത്തിൽ ഹൈറ്റിൽ നിൽക്കുമ്പോൾ അതിൻ്റെ താഴെയുള്ള ബേസിൽ അത് എക്സർട്ട് ചെയ്യുന്ന പ്രഷറിനുള്ള ഇക്വേഷൻ എന്താ? P = HρG. ഇതിൽ പിയുടെ വാല്യൂ നമുക്ക് അറ്റ്മോസ്ഫിയറിക് പ്രഷറിൻ്റെ വാല്യൂ 10⁵ എന്ന് തന്നിട്ടുണ്ട്. അതുപോലെ എയറിൻ്റെ ഡെൻസിറ്റി, എയർ ഇപ്പോഴും നമ്മൾ ഫ്ലൂയിഡായിട്ടാണ് കരുതുക. ആ ഫ്ലൂയിഡിൻ്റെ ഡെൻസിറ്റി 1.29 എന്ന് തന്നിട്ടുണ്ട്. ജിയുടെ വാല്യൂ നമുക്കറിയാം. അപ്പോൾ ഇതിൽ നിന്ന് H ഈ ഇക്വേഷൻ ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ H = P/ρg എന്ന് എഴുതാം. P is atmospheric pressure 10⁵/ρ 1.29 is the density of air into G. ജിയുടെ വാല്യൂ 9.8. ജിയുടെ വാല്യൂ 10 എന്ന് എടുക്കാനാണ് പ്രോബ്ലത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ 10 എന്ന് കൊടുത്തത്. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 7.75 × 10⁻³ മീറ്റർ എന്ന് കിട്ടും, അല്ലെങ്കിൽ 7.75 കിലോമീറ്റർ എന്നാണ് കിട്ടുക. ഇപ്പോൾ 1.29 ഡെൻസിറ്റി ഉള്ള എയർ 7.75 കിലോമീറ്റർ ഉയരത്തിൽ എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുമ്പോൾ
അതതിൻ്റെ താഴെയുള്ള ബേസിൽ എക്സേർട്ട് ചെയ്യുന്ന പ്രഷറാണ് 10⁵ പാസ്കൽ. അപ്പോൾ എയറിൻ്റെ ഡെൻസിറ്റിയിൽ വേരിയേഷൻ ഇല്ലാതെ ഇത്രയും ഡെൻസിറ്റിയോടെ ഇത്രയും ഹൈറ്റിൽ എയർ എക്സ്റ്റെൻഡ് ചെയ്ത് കിടന്നാൽ അത് ഈ ഒരു പ്രഷർ എക്സേർട്ട് ചെയ്യും. പക്ഷെ നമുക്കറിയാം ഡെൻസിറ്റിയിൽ അല്പം വേരിയേഷൻ ഉണ്ട്. മുകളിലേക്ക് പോകുന്തോറും ഡെൻസിറ്റി കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ട്. അതുകൊണ്ട് ഏകദേശം 8 കിലോമീറ്റർ വരെ നല്ല ഡെൻസറായ അറ്റ്മോസ്ഫിയർ ഉണ്ട്. ആ അറ്റ്മോസ്ഫിയർ എക്സേർട്ട് ചെയ്യുന്ന പ്രഷറാണ് നമുക്കിവിടെ 10⁵ എന്ന് യഥാർത്ഥത്തിൽ കിട്ടുന്നത്. 8 കിലോമീറ്ററിന് മുകളിലേക്കും ഉണ്ട്, പക്ഷെ ഡെൻസിറ്റി വളരെ കുറവാണ്. അതുകൊണ്ട് അത് എക്സേർട്ട് ചെയ്യുന്ന പ്രഷറും വളരെ കുറവായിരിക്കും. ഇപ്പം ഇവിടെ നിങ്ങൾ ഈ P = HρG എന്നുള്ള ഇക്വേഷൻ യൂസ് ചെയ്യുന്നത്, ഇവിടെ നമ്മുടെ ലിക്വിഡ് എയർ തന്നെയാണ്. ആ എയർ എക്സേർട്ട് ചെയ്യുന്ന പ്രഷറാണ് കാണുന്നത്. അവിടെ എയറിൻ്റെ ഡെൻസിറ്റിയാണ് റോ എന്നെടുക്കുന്നത്. പക്ഷെ ബാരോമീറ്ററിനകത്ത് നമ്മൾ ആ എയർ എക്സേർട്ട് ചെയ്യുന്ന പ്രഷറിനെ കണ്ടുപിടിക്കാനായിട്ട് ട്യൂബിനകത്ത് എടുക്കുന്നത് മെർക്കുറിയാണ്. അപ്പോൾ ബാരോമീറ്റർ യൂസ് ചെയ്യുന്ന ഏതൊരു എക്സ്പെരിമെൻറ്റിലും ഈ ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അവിടെ ഈ റോ എന്ന് പറയുന്നത് അതിനകത്ത് യൂസ് ചെയ്യുന്ന ലിക്വിഡിൻ്റെ ഡെൻസിറ്റിയാണ്. ഇപ്പോൾ ഫ്രഞ്ച് വൈനാണ് ഫ്രഞ്ച് വൈൻ്റെ ഡെൻസിറ്റിയാണ്. മെർക്കുറി ബാരോമീറ്റർ ആണെങ്കിൽ മെർക്കുറിയുടെ ഡെൻസിറ്റിയാണ്. വാട്ടർ ആണെങ്കിൽ വാട്ടറിൻ്റെ ഡെൻസിറ്റിയാണ് അവിടെ റോ എന്ന് എടുക്കേണ്ടത്. ഇത് ബാരോമീറ്ററിലെ കേസിൽ അങ്ങനെ എടുക്കണം. ബാരോമീറ്ററിൽ യൂസ് ചെയ്യുന്ന ലിക്വിഡിൻ്റെ ഡെൻസിറ്റി എടുക്കണം. ഇവിടെ പക്ഷെ നമുക്ക് ബാരോമീറ്റർ ഇല്ല. ബാരോമീറ്റർ ഉപയോഗിച്ച് മെഷർ ചെയ്യുന്ന കാര്യവും പറഞ്ഞിട്ടില്ല. ഇവിടെ ഡയറക്റ്റായിട്ട് എയർ എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ കാണാനാണ് അവിടെ ഡെൻസിറ്റി ഓഫ് എയർ ആണ് ഇക്വേഷനിൽ യൂസ് ചെയ്യേണ്ടത്. ഇപ്പം അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്താണെന്നും അതെങ്ങനെയാണ് മെഷർ ചെയ്തത്, ടോറിസെല്ലിസ് ബാരോമീറ്റർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഇതൊക്കെയാണ് നമ്മൾ ഈ ക്ലാസ്സിൽ കണ്ടത്. ഇപ്പോൾ ടോറിസെല്ലിസ് ബാരോമീറ്ററിൻ്റെ വർക്കിങ്ങും ടോറിസെല്ലിസ് ബാരോമീറ്റർ ഉപയോഗിച്ച് പ്രഷർ മെഷർ ചെയ്യുന്ന അതിൻ്റെ തിയറിയും നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിക്കണം. താങ്ക് യു.